തിരുവനന്തപുരത്ത് അങ്കണവാടിയിൽ 2.5 വയസ്സുകാരിയെ കമ്പികൊണ്ട് അടിച്ചുവെന്ന പരാതി. വെമ്പായം ചിറമുക്കിലാണ് അങ്കണവാടി ടീച്ചർ ബിന്ദു കുട്ടിയെ കമ്പികൊണ്ട് അടിച്ചത്. രക്ഷകർത്താക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിട്ടുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, കുട്ടിക്ക് നല്ല പരിക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കമ്പികൊണ്ട് ചെറിയ കുട്ടിയെ കമ്പികൊണ്ട് അടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഈ അങ്കണവാടി ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? പോലീസ് ഇടപെട്ട് കഴിഞ്ഞോ? സ്മൃതി, ഇന്നലെയാണ് അങ്കണവാടിയിൽ വെച്ച ഈ 2.5 വയസ്സുകാരിക്ക് മർദ്ദനം ഏൽക്കുന്നത്. ഷൂ റാക്ക്, അതായത് ഷൂ വയ്ക്കുന്ന റാക്കിന്റെ കമ്പി വലിച്ചൂരി കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ ചൈൽഡ് ലൈന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. തിരുവനന്തപുരം ചിറമുക്കിലാണ് സംഭവം. ചിറമുക്കിലെ അങ്കണവാടി ടീച്ചറായിട്ടുള്ള ബിന്ദുവാണ് ഈ കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരാതിയിലും അക്കാര്യമാണ് പറയുന്നത്. തിരുവനന്തപുരം വെമ്പായത്താണ് ഈ സംഭവം. ചിറമുക്ക് സ്വദേശികളായ സീന, മുഹമ്മദ് ഷാ എന്നിവരുടെ കുട്ടിക്കാണ് ഈ മർദ്ദനം ഏറ്റിരിക്കുന്നത്. കുട്ടിയുടെ വലതു കൈക്ക് സാരമായിട്ടുള്ള പരുക്കുണ്ട്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കുട്ടികളെ സ്ഥിരം ഈ ടീച്ചർ മർദ്ദിക്കാറുണ്ട് എന്നുള്ളൊരു പരാതി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കൾ പറയുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ കുട്ടിയുടെ കൈക്ക് സാരമായിട്ട് തന്നെ, ഗുരുതരമായിട്ട് തന്നെ പരുക്കുണ്ട് എന്നുള്ളതാണ്. ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ നിലവിൽ പരാതി നൽകിയിട്ടില്ല. ചൈൽഡ് ലൈനിലാണ് പരാതി നൽകിയിട്ടുള്ളത്. നിയമപരമായി പോലീസിലടക്കം പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് രക്ഷകർത്താക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഈ രക്ഷകർത്താക്കളുടെ പ്രതികരണവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വെറും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ കയ്യിലാണ് കമ്പ് പോലുമല്ല, കമ്പി കൊണ്ടാണ് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മർദ്ദനത്തിന്റെ വലിയ പാട് ആ കുട്ടിയുടെ കയ്യിൽ നമുക്ക് കാണാവുന്നതുമാണ്. സ്മൃതി.